ഒരു കർണാടകയില് ഗൗതത്തിന്റെ സ്ഥലത്തായിരുന്നു അടുത്തുള്ളൊരു സൂവിലാണ്. ഗൗതം ഇതുവരെയായിട്ട് പോയിട്ടില്ല. ഇല്ലല്ല, ഗൗതം ഞങ്ങൾ വരാൻ വേണ്ടി ഇവിടെ ഏതോ ഒരു സൂവിലാണ്. പേരെന്തായിരുന്നു? മന്നാർക്കട്ട. ഒത്തിരി നേരം കൊണ്ട് പറഞ്ഞു. അതെന്തോ കട്ടയൊക്കെ പറയുന്നു. മന്നാർക്കട്ട. ഓസി ഗ്ലാസ് വെച്ച് എങ്ങോട്ട് നല്ല വെച്ചോ. നമ്മൾ അതിനകത്ത് കൂടെ നടക്കുകയാണ്. വികലംബിച്ച് ചെയ്യുന്ന ജറാഫിനെ കാണാം. അപ്പൊ അതിലേക്കുള്ള കാഴ്ചകളാണ്. ബാംഗ്ലൂർ ഡേയ്സ് ഏകദേശം കഴിയാറായി. ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ബാംഗ്ലൂരിലെ. നാളെ വൈകിട്ടേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് സൂ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചു. അടുത്ത ബോസ്കിനെ പറ്റിയൊക്കെ ഈ ഡിനോസറിൻ്റെ ഇതായിരിക്കും ഈ ഒരു പ്രതിമ. കാരണം പ്രൈവറ്റി ഇതുപോലത്തെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പണി വെക്കാറുണ്ട് ബോസ്കിയുടെ അച്ഛൻ. നാളെ ഇത് പണിയിപ്പിക്കാനുള്ള നമ്മുടെ ശ്രമം. പിന്നെ അതിൻ്റെ വണ്ടി കേട്ടാണ് രണ്ട് ഫോട്ടോ എടുക്കാൻ പടയനും എനിക്ക്. ഈ സമയങ്ങളിൽ മിസ് ചെയ്യുന്നു പടയനെ. എന്താ ചെയ്യാൻ പടയൻ എക്സാം മൂലമുള്ള തിരക്ക് കാരണം ഇങ്ങനെ പോന്നു. ടൈഗർ കരടി എന്ന വിഭാഗത്തിലേക്ക് നമ്മൾ കയറുന്നു. വെജിറ്റേറിയൻ വിഭാഗം വിട്ട് കാർണിവറസ് വിഭാഗത്തിലേക്ക് നമ്മൾ കയറുന്നു. ഹനുമാൻ ലങ്കൂറോ ഇതാണോ? കാണത്തില്ലല്ലോ. എന്തി അർജുൻ താമസിക്കുന്ന ഇടം വന്നിട്ടുണ്ട്. ടൈഗർ ഷെൽട്ടർ എന്നേ അറിയപ്പെടും. രണ്ട് കിലോമീറ്റർ പോലും ആയില്ല, 500 മീറ്റർ പോലും ആയില്ല. അതിന് മുമ്പേ കഥച്ചിരിക്കുന്ന വയറ് സുഖമില്ല. ബോസ്കിക്ക് ബോറടിക്കാതെ ബോസ്കി താങ്കൾക്ക് എന്താണ് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നത്? ഇതല്ലാതെ എന്ത് എന്റർടൈൻമെന്റാ? അല്ലേ ബോറടിക്കുന്നതല്ല, ഇവിടം വരെ കഴിച്ചിട്ട് കയറിയുള്ളതുണ്ടാവും. കഴിച്ചാലും കഴിച്ചില്ലേ ഇവൻ ഇത് തന്നെ, ഒന്നും പറയില്ല. ഇനി പ്രണയോട് പറയാം, നാട്ടിന്റെ ഡോളി എടുത്തു തരാം. നമ്മളിപ്പോൾ കരടിയുടെ വ്യൂ വെച്ചാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ലെസർ കാർണിവൽ സോണിലേക്കാണ് പോകുന്നത്. അതായത് ചെന്നൈ, ഗോൾഡൻ ജാക്കിൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. അതാണ് ഈ സ്ഥലത്ത്. നടക്കാനാ പറ്റാതെ. എന്തിയാ അതിന്റെ ചെറിയ വെർഷൻ എന്ത്? അതിന്റെ ചെറിയ വെർഷനോ? കുറുക്കൻ അള്ള കുറുക്കൻ ജീപ്പ്. ഞാൻ വെച്ച് ആനിമലിന്റെ പക്ഷെ ആനിമൽ കീപ്പറിന്റെ പേരാണ് കേട്ടോ. ജീപ്പിള്ളപ്പ VFX വന്ന ഹൈന് വേറെന്തോ ഇന്റിമേറ്റ് സെക്ഷനാണ്. നമ്മളെ ടൂറിസം ചെയ്യുന്നില്ല. ഓസ്കി വല്ലാണ്ട് നോക്കി നിൽക്കുന്നുണ്ട്. എന്താ പോവാ. ഇതാ കാണുന്നതാണ് ഇന്ത്യൻ വൂൾഫ്. ഈ വീഴുന്ന വഴിയെല്ലാം ഇമാതിലെസ് കാർണിവസ് ആനിമൽസിൻ്റെ സെക്ഷനാണ്. ഏശി കിടക്കുന്ന ആനയല്ല, ഹിപ്പോപ്പൊട്ടാമസാണ്. ഇത് കാണുമ്പോൾ എനിക്ക് പടവനെ ഓർമ്മയായിരുന്നു. ഇതേപോലെ ഇങ്ങനെ കിടപ്പുണ്ട്. വെള്ളത്തിൽ നിന്ന് കായലിൽ കിടന്നു കഴിഞ്ഞാൽ കുളത്തിലൊക്കെ കിടന്ന് ഇങ്ങനെ കിടക്കും, ഇങ്ങനെ പൊങ്ങി. ഞാൻ എന്നെ താരതമ്യം ചെയ്യാം. ഞാൻ പെട്ടെന്നൊരു എക്സാമ്പിൾ വേണ്ടി പണം എന്ന് പറഞ്ഞു. അപ്പോൾ നടന്ന് എത്ര ദൂരം ആയെന്നല്ലോ, അത്യാവശ്യം കുറേ ദൂരമുണ്ട്. അതിൻ്റെ ഒരു കുഴപ്പം. ഇവിടെ മറ്റേ ജംഗിൾ സഫാരിയൊക്കെ ഉണ്ട് ബസ്സിനകത്ത്. AC നോൺ AC കാരണം 700 രൂപ അല്ലാതാണെങ്കിൽ ബസ്സിനകത്താണെങ്കിൽ 400 രൂപ. അതിങ്ങനെ കയറിയിരുന്നാൽ പോയാൽ. പിന്നെ എല്ലാ ഇലക്ട്രിക് വെഹിക്കിളുണ്ട്. ഇത് ഈ നമ്മൾ നടക്കുന്ന വഴി കൂടെ കാണിക്കുന്നത്. മറ്റേ ജംഗിളിനകത്ത് പോയുള്ള ലൈഫ് സഫാരിയാണ്. അപ്പം ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് നടക്കാൻ തീരുമാനിച്ചു.
രാജാവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ഉറങ്ങുന്നു. ലുക്കാണ്. ഇതിൻ്റെ അപ്പുറം തന്നെ ഒരു സിംഹത്തിനെ കാണാം. സൂപ്പർ പോസ്റ്റ്. അതിൻ്റെ ബോസ്കി ഇരിക്കുന്നത് എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് വന്നതിൻ്റെ ഫോട്ടോ എടുക്കുന്നത്. കാരണം സിംഹം കൂട്ടീനെ ഇറങ്ങാനിരിക്കുന്നൊക്കെയാണ് സ്വന്തമായിട്ട് പറയുന്നത്. ആ വാറ കൂട്ടീനെ ഇറങ്ങി. ധ്യാനം നേരം നരസിംഹ നരസിംഹ പോയി മാറ സിംഹം വരുന്നു മാറാൻ ഫുള്ള് കിളിയും അതിൻ്റെ ഏരിയയൊക്കെ കേട്ടോ. ഇനി പോകണ പാമ്പ് മുതല അങ്ങനെയുള്ള ഏരിയയിലൊക്കെ പോന്നേ ഉള്ളൂ. നല്ല പേര് വിളിച്ചു പറയുന്നത് കോഴിന്ന്. അതല്ല ഡയലോഗ് താന്നു പോയെന്ന് തോന്നുന്നു. അതെ, ഒന്നും പറയാനില്ല. നോ വേർഡ്സ്. അപ്പം ഞങ്ങളുടെ സൂ വിസിറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും സ്വീകരിച്ച് നമ്മുടെ എക്സിറ്റിൻ്റെ മുമ്പായിട്ട് വന്നിരിപ്പുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ബാംഗ്ലൂർ സൂ. മൊത്തം ഞാൻ എടുത്തില്ല, എടുത്ത ഫോട്ടോസൊക്കെ വെച്ച് വയ്ക്കും. അതൊക്കെ ഉള്ളൂ. അയ്യേ